ഹലോ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ഒരു ചാപ്റ്ററിൻ്റെ കുറച്ച് നോട്ട്സും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം, പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നെങ്കിൽ മാത്രം. എനിക്ക് ഓൺലൈൻ ക്ലാസ് എടുത്തൊന്നും എക്സ്പീരിയൻസ് ഇല്ല, എനിക്ക് ഓഫ്ലൈൻ മാത്രമേ പരിചയമുള്ളൂ. അത് കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് സെഷൻ ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് ഞാൻ എന്തായാലും ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, അത് യൂട്യൂബിൽ കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത്. ഓക്കെ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് DNA എന്നാണ്. എന്താണ് DNA? ദെൻ DNA സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കാനുണ്ട്. എന്താണ് DNA എന്ന് പഠിക്കാനുണ്ട്, DNAയുടെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്. പിന്നെ ക്രോമസോംസിനെ പറ്റി പഠിക്കാനുണ്ട്. DNA പഠിക്കാനുണ്ട്, സ്ട്രക്ചർ, DNAയുടെ സ്ട്രക്ചർ, ക്രോമസോംസ്, ജീൻ, RNA, അങ്ങനെ ഒത്തിരി ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ പ്രോട്ടീൻ സിന്തസിസ്, ക്യാരക്ടേഴ്സിൻ്റെ സിമിലാരിറ്റീസ്, ഡിഫറൻസസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് DNA എന്നാണ്. എന്താണ് DNA? നിങ്ങൾ എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ടില്ലേ? അമ്മയും കുഞ്ഞിനെ അല്ലെങ്കിൽ അച്ഛനെയും കുഞ്ഞിനെയൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ അച്ഛൻ്റെ അതേ കണ്ണുകളാണ് ആ മോൾക്ക് കിട്ടിയിരിക്കണത്, അല്ലെങ്കിൽ അയ്യോ ആ ചിരി അമ്മയുടേത് പോലെ തന്നെ. അപ്പോൾ എന്താ മനസ്സിലായ? ആ ചിരി എങ്ങനെ കിട്ടിയേ? അമ്മയുടേതിന് കുഞ്ഞിലോട്ട് പകർന്ന് കിട്ടിയതാണല്ലേ. അല്ലെങ്കിൽ അച്ഛൻ്റെ ആ ഒരു കണ്ണുകൾ എങ്ങനെയാണ് കിട്ടിയത്? അത് കുഞ്ഞുങ്ങളിലോട്ട് പകർന്ന് കിട്ടിയതാണ്. ഇതിന് കാരണമായിട്ടുള്ളതാണ് ആര്? നമ്മുടെ DNA അല്ലേ. അച്ഛൻ്റെയും അമ്മയുടെയും ആ ക്യാരക്ടേഴ്സ് മക്കൾക്ക് കിട്ടാൻ കാരണക്കാരൻ ആരാണ്? അത് DNA ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് DNA എന്ന് പഠിച്ചാലോ. DNAയുടെ ഫുൾ ഫോം എന്താടാ? DNA സ്റ്റാൻഡ്സ് ഫോർ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. നിങ്ങൾക്ക് ആ ഐഡിയ കിട്ടിയല്ലോ. അച്ഛനിലും അമ്മയിലും പ്രകടമായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ്, മീൻസ് ഫേഷ്യൽ ക്യാരക്ടേഴ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആർക്കും കിട്ടുന്നുണ്ട്, മക്കൾക്കും കിട്ടുന്നുണ്ട് അല്ലേ. സോ അതിന് കാരണം ആരാണ്? DNA ആണ്. DNAയുടെ ഫുൾ ഫോം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. ഇതെവിടെയാണ് കാണപ്പെടുന്നത് DNA? ഇത് നമ്മുടെ സെല്ലിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ടല്ലേ. ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് എന്തുണ്ട്? ക്രോമസോംസ് ഉണ്ട്. നമുക്കൊരു എല്ലാവർക്കും ഒരുപാട് സെൽസ് ഉണ്ട്. ആ സെൽസിൻ്റെ അകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ അകത്ത് ക്രോമസോംസ് ഉണ്ട്. ഈ ക്രോമസോംസിലാണ് നമ്മളുടെ എന്ത് കാണപ്പെടുന്നത്? DNA കാണപ്പെടുന്നത്. ഇതാണ് കേട്ടോ DNAയുടെ ഷേപ്പ്. ഇങ്ങനെയല്ല ഇരിക്കണേ, ഞാൻ വരച്ചപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ DNA എവിടെ കാണപ്പെടുന്നത്? സെല്ലിലെ ന്യൂക്ലിയസിലെ ക്രോമസോംസിലാണ് DNA കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താ DNAയുടെ ഫുൾ ഫോം? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. ഇത് നമ്മുടെ സെല്ലിലെ മെറ്റീരിയൽ ആണെന്ന് പഠിച്ചു. ഇതിൽ എന്താ ഉള്ളത്? സ്റ്റോഴ്സ് ഓൾ ദ ഇൻസ്ട്രക്ഷൻസ് നീഡഡ് ടു ബിൽഡ് ആൻഡ് റൺ ദ ബോഡി. നമ്മുടെ ബോഡി റൺ ചെയ്യാനും ബിൽഡ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതിലുള്ളത്, നമ്മുടെ ഈ ഒരു DNA ഉള്ളത്. നമ്മുടെ ബോഡി റൺ ചെയ്യാനും അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മുടെ DNA ഉള്ളത്. ഇത് വേണ്ട കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു റെസിപ്പി ബുക്ക് എടുക്കുകയാണെന്ന് വെച്ചോ, ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള റെസിപ്പി ബുക്ക്. അതിൽ ഓരോ റെസിപ്പീസിൻ്റെയും എന്തുണ്ടാവും? പ്രത്യേകം എന്തുണ്ടാവും? ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതിൻ്റെ പ്രിപ്പറേഷൻ, എത്ര ടൈം എടുക്കും, എത്ര അളവിൽ ചേർക്കണമെന്നൊക്കെ കൊടുത്തിരിക്കൂലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ DNA. എന്താ DNA എന്താ ഉള്ളത്? എത്രത്തോളം പ്രോട്ടീൻ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, എപ്പോൾ ആ ഒരു പ്രോട്ടീൻ സിന്തസിസ് സ്റ്റോപ്പ് ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? DNA ആണ്. ഓക്കെ, നമുക്കൊരു റെസിപ്പി ബുക്ക് പോലെ കണക്ട് ചെയ്യാം. അപ്പോൾ DNA ആണ് എന്തും തീരുമാനിക്കുന്നത്, എത്രത്തോളം പ്രോട്ടീൻ സിന്തസിസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇനി DNA അത് വേണ്ട, നമുക്കിത് പഠിച്ചിട്ട് പോവാം. ഇൻസൈഡ് എവ്രി സെൽ, എല്ലാ സെല്ലിൻ്റെ അകത്തും ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ അകത്താണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? DNA. ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആണല്ലേ. ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചറായ ക്രോമസോംസിലാണ് DNA എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്? പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. DNA എവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള ക്രോമസോംസിലാണ് വെച്ചിരിക്കുന്നത്. ഇതെന്താ? ഇതൊരു ഏണിയാണ് കേട്ടോ മക്കളെ. ഇതെന്താണ്? ഏണിയാണ്. ഈ ഏണി നമ്മളിങ്ങനെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഇതാണ് നമ്മുടെ DNAയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. ഒരു ട്വിസ്റ്റഡ് ലാഡറിൻ്റെ ഷേപ്പായിരിക്കും. സോ ഇതിന് നമുക്കൊരു പേരിട്ട് വിളിക്കണ്ടേ? ഇതിൻ്റെ പേരാണ് ഡബിൾ ഹെലിക്സ് മോഡൽ. അപ്പോൾ
നമ്മുടെ ലാഡറിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്വിസ്റ്റഡ് ലാഡറിൻ്റെ ഷേപ്പ് കിട്ടും. ഇതിൻ്റെ പേരാണ് ഡബിൾ ഹെലിക്സ് മോഡൽ. ഓക്കെ അല്ലേ ഇത്രയും? ഓക്കെ. അപ്പോൾ DNA ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രസൻറ്റ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. ഓക്കെ, DNA ഈ ഒരു മോഡൽ പ്രസൻറ്റ് ചെയ്ത ആൾക്കാരുടെ പേരാണ് എന്തൊക്കെ? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. ഓക്കെ, ഇവർ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിലൂടെയാണ് ഈ ഒരു മോഡൽ എന്ത് ചെയ്തത്? പ്രപ്പോസ് ചെയ്തത്. ആരോടൊക്കെ കൂടെയാണ് ഈ ഒരു പരീക്ഷണങ്ങൾ അവർ നടത്തിയത്? റോസാലിൻഡ് ഫ്രാങ്ക്ലിനും മൗറിസ് വിൽക്കിൻസും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ കണ്ടു ഒരു ഫോട്ടോ 5.1 എന്ന് പറഞ്ഞിട്ട് പിക്ചർ കാണാൻ പറ്റുന്നില്ലേ? ഈ ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജ് ആർക്ക് കിട്ടി? റോസലിൻഡ് ഫ്രാങ്ക്ലിൻ എടുത്ത ഈ ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജിൻ്റെ ബേസിസിലാണ് അവർ ഏത് മോഡലാണെന്ന് ഉറപ്പിച്ചത്? ഹെലിക്കൽ മോഡലാണ്. DNA മോഡൽ ഹെലിക്കൽ മോഡലാണെന്ന് ഉറപ്പിച്ചത്. സോ ഇവർക്ക് 4 പേർക്കും കൂടെ ചേർത്തിട്ട് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, 3 പേർക്കാണ് കേട്ടോ. ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മൗറിസ് വിൽക്കിൻസ്, ഇവർക്ക് 3 പേർക്കും 1962 എന്ത് കിട്ടി? മെഡിസിന് നോബൽ പ്രൈസ് കിട്ടി. 1962 മെഡിസിന് നോബൽ പ്രൈസ് കിട്ടി. അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, ഇത്രയും ഓർത്ത് വെച്ചിരിക്കുക. ഈ ഒരു ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രസൻറ്റ് ചെയ്തത്, DNA ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രസൻറ്റ് ചെയ്തത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടെ ചേർന്നിട്ടാണ്. ഏത് സ്റ്റഡീസാണ് അവർ നടത്തിയ? സ്റ്റഡീസിൻ്റെ പേരാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ്. ഈ ഒരു ഇമേജ് എടുത്ത ആളുടെ പേരാണ് എന്തോന്ന്? ഫ്രാങ്ക്ലിൻ, റോസലിൻഡ് ഫ്രാങ്ക്ലിൻ. ഓക്കെ അല്ലേ ഇത്രയും? ഇനി നമുക്ക് പഠിക്കാനുള്ളത് DNA സ്ട്രക്ചറാണ്. DNA സ്ട്രക്ചറിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഇത് നമ്മുടെ DNA ആണ്, നമ്മൾ അറിയില്ലേ, ഇതാണ് നമ്മുടെ ഷേപ്പ് എന്ന് പറയാം. ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പറയില്ലേ, നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്ന ബേസിക് യൂണിറ്റാണ് ഏതെന്ന് പറയുന്നത്? സെൽസ് എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്ന ബേസിക് യൂണിറ്റാണ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു DNA നിർമ്മിച്ചിരിക്കുന്ന ബേസിക് യൂണിറ്റിന് നമുക്ക് എന്തെന്ന് പറയാം? ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയാം. അത് ഓർക്കാൻ പറ്റുമല്ലോ. നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്ന ബേസിക് യൂണിറ്റ്സ് സെൽസ് ആണ്. അപ്പോൾ നമ്മുടെ DNA നിർമ്മിച്ചിരിക്കുന്ന ബേസിക് യൂണിറ്റ് എന്താണ്? ന്യൂക്ലിയോടൈഡുകളാണ്. ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ് നമ്മുടെ DNA നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ DNA ബേസിക് യൂണിറ്റിൻ്റെ പേരാണ് ന്യൂക്ലിയോടൈഡ്സ്. ഇനി ന്യൂക്ലിയോടൈഡ്സിൻ്റെ ഷേപ്പും സൈസും സ്ട്രക്ചറും ഒക്കെ നമുക്കൊന്ന് നോക്കാം. ന്യൂക്ലിയോടൈഡ്സിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ട്. ഇതാണ് ന്യൂക്ലിയോടൈഡിൻ്റെ ഷുഗർ മോളിക്യൂൾ. ഇതിന് 5 കാർബണാണ് ഉള്ളത് കേട്ടോ. 5 കാർബണുള്ള ഒരു ഷുഗർ മോളിക്യൂളാണ് ഏതിനുള്ളത്? ന്യൂക്ലിയോടൈഡിനുള്ളത്. 5 കാർബണുള്ള ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ട്. പിന്നെ എന്തുണ്ട്? ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്. 5 കാർബണുള്ള ഒരു ഷുഗർ മോളിക്യൂളും ഒരു ഫോസ്ഫേറ്റും പിന്നെന്തുണ്ട്? ഒരു നൈട്രജൻ ബേസുമുണ്ട്. ഒരു നൈട്രജൻ ബേസ്, 5 കാർബണുള്ള ഒരു ഷുഗർ മോളിക്യൂള്, പിന്നെ ഒരു ഫോസ്ഫേറ്റും. ഇത്രയുമാണ് നമ്മുടെ ന്യൂക്ലിയോടൈഡിലുള്ളത്. അപ്പോൾ DNA നിർമ്മിച്ചിരിക്കുന്ന ബേസിക് യൂണിറ്റിൻ്റെ പേരാണ് ന്യൂക്ലിയോടൈഡ്സ്. ന്യൂക്ലിയോടൈഡ്സിൻ്റെ എന്തൊക്കെയാണ് ഉള്ളത്? 5 കാർബണുള്ള ഒരു ഷുഗർ മോളിക്യൂൾ, ഒരു നൈട്രജൻ ബേസ്, ഒരു ഫോസ്ഫേറ്റുമാണ് ഉള്ളത്. ഇനി നമ്മൾ പറഞ്ഞ നൈട്രജൻ ബേസ് ഉണ്ടെന്ന്. എത്ര തരത്തിലുള്ള നൈട്രജൻ ബേസ് ഉണ്ട്? നൈട്രജൻ ബേസ് 4 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? അഡിനിൻ, ഫുൾ എഴുതുന്നില്ല കേട്ടോ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഓക്കെ, അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. 4 നൈട്രജൻ ബേസാണുള്ളത്. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഇങ്ങനെ 4 നൈട്രജൻ ബേസാണുള്ളത്. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡിൽ 5 കാർബണുള്ള ഒരു ഷുഗർ മോളിക്യൂളും ഒരു ഫോസ്ഫേറ്റും ഒരു നൈട്രജൻ ബേസും ഉണ്ട്. നൈട്രജൻ ബേസ് എത്ര തരമുണ്ട്? 4 എണ്ണം. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. നമുക്കിതിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചാലോ? ഒന്നും കൂടെ വരയ്ക്കാം. അപ്പം ഞാൻ അതേ വരച്ചിട്ടുണ്ട്. ശരിയായില്ല എന്നെനിക്കറിയാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഫസ്റ്റ് പിക്ചർ തന്നെ 4 എണ്ണം വരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ നൈട്രജൻ ബേസ് ഏതൊക്കെയുണ്ട്? അഡിനിനുണ്ട്,
ഗ്വാനിനുണ്ട്, തൈമിനുണ്ട്, സൈറ്റോസിനുണ്ട്. ഓക്കെ, അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഇങ്ങനെ 4 ഉള്ളത്. നമ്മൾ നേരത്തെ വരച്ച DNA നമ്മൾ കണ്ടല്ലേ, ആ ഒരു ചുറ്റുകോവണിക്ക് 2 സ്ട്രാൻഡാണുള്ളതല്ലേ. പിന്നെ അതിൽ എന്തുണ്ട്, പടികളും ഉണ്ട്. ഓക്കെ, പടികളും ഉണ്ട്, 2 സ്ട്രാൻഡും ഉണ്ട്. അതിൽ ഒരു സ്ട്രാൻഡാണ് നമ്മൾ ദാ വരച്ചിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു സ്ട്രാൻഡും പടിയും കൂടെ കംപ്ലീറ്റ് ആവണ്ടേ, അത് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നൈട്രജൻ ബേസുകൾ തമ്മിൽ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഗോവണിയുടെ പടികൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ DNA പടികൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നൈട്രജൻ ബേസ് ചേർന്നിട്ടാണ്. പക്ഷേ ഇവർ തമ്മിൽ എന്തുണ്ട്, നമ്മുടെ അഡിനിനും ഗ്വാനിനും തൈമിനും സൈറ്റോസിനും ഒക്കെ എന്തുണ്ട്, ലവേഴ്സ് ഉണ്ടെന്ന് ഓർക്കുക. ആരുണ്ട്, ലവേഴ്സ് ഉണ്ട്. നമുക്കറിയാവുന്നുള്ളൊരു പേരാണ് ടാറ്റ അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു കമ്പനിയുടെ പേരല്ലേ ടാറ്റ, അത് ഓർക്കുക. ടി എന്ന് ഓർത്ത് കഴിഞ്ഞാൽ അഡിനിൻ എപ്പോഴും ആരോടെ ചേരൂ, തൈമിനുമായിട്ടേ ചേരൂ. അഡിനിൻ്റെ ലവറിൻ്റെ പേരെന്താണ്, തൈമിൻ. എന്ത് ബോണ്ടാ ഇവിടെ, മൊത്തം മഞ്ഞുപോയി. അഡിനിനും തൈമിനും ആയിട്ട് ഡബിൾ ബോണ്ടാണ്. ഓക്കെ, അവർ ഡബിൾ ബോണ്ടഡാണ് അഡിനിനും തൈമിനുമായിട്ട്. അതുപോലെ തൈമിൻ ആരോടെ ചേരൂ, തൈമിൻ്റെ ലവർ എപ്പോഴും ആരാ, അഡിനിനാണ്. ഇപ്പം ടാറ്റ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ അഡിനിൻ തൈമിൻ എന്ന് കിട്ടും. ഗ്വാനിന് സൈറ്റോസിനാണ് കേട്ടോ, അവർക്ക് ഇഷ്ടം കൂടുതലാണ്, കട്ട ലവേഴ്സാണ്. അപ്പം എന്താ, സൈറ്റോസിൻ. ഗ്വാനിൻ ഡബിൾ ബോണ്ട് വിത്ത് സൈറ്റോസിൻ. അപ്പോൾ ഇവിടെയും സൈറ്റോസിൻ ആരുമായിട്ടാണ്, ഗ്വാനിനുമായിട്ടാണ് ചേരുന്നത്. ഓക്കെ അല്ലേ. ടാറ്റ ഓർത്ത് കഴിഞ്ഞാൽ അഡിനിൻ തൈമിനാണെന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഗ്വാനിൻ്റെ ധാര സൈറ്റോസിൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്ട്രാൻഡായി, നമ്മുടെ സെക്കൻഡ് സ്ട്രാൻഡായി, നമ്മുടെ എന്തുമായി, നമ്മുടെ പടികളുമായി. ഓക്കെ അല്ലേ. ഓർമ്മിക്കാമല്ലോ ഇത്രയും. പിന്നെ ഒന്നും കൂടെ ഉണ്ട്. ഇനി ഈ ഓരോ ഫോസ്ഫേറ്റ് മോളിക്യൂൾസാണ് ഓരോ ന്യൂക്ലിയോടൈഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ആരാണ്, ഈ ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് ആണ് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഈ ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂളാണ് തൊട്ടടുത്തുള്ള ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഓർത്തോളണേ, തൊട്ടടുത്ത ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ആരാണ്, ഈ ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് ആണ്. നേരത്തെ പറയേണ്ടതായിരുന്നു, വിട്ടുപോയടാ, സോറി. ഓക്കെ അല്ലേ. അഡിനിൻ തൈമിനുമായിട്ട് ഡബിൾ ബോണ്ട്, ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട് എന്താണ്, അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ട് ഡബിൾ ബോണ്ട്. ഓക്കെ, ടാറ്റ എന്ന് ഓർത്തന്തി. അടുത്ത് ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനായിട്ട് എന്ത് ബോണ്ടാണ്, ട്രിപ്പിൾ ബോണ്ടാണ്. ഇത്രയും ഓക്കെ ആണോ. ഓക്കെ അല്ലേ. നമ്മുടെ ഈ ഒരു സ്ട്രാൻഡ്സ് ഫോം ചെയ്തിരിക്കുന്നത് ഈ ന്യൂക്ലിയോടൈഡ്സ് കൊണ്ടാണ്, ഈ ഷുഗർ മോളിക്യൂൾസ് കൊണ്ടാണ്. ഈ പടി എന്തുകൊണ്ടാണ്, ഈ ഒരു നൈട്രജൻ ബേസ് കൊണ്ടാണ്. ഓക്കെ അല്ലേ. നമുക്കിനി ചാപ്റ്ററിലെ ഇമേജിലോട്ട് പോകാം. നമുക്കിവിടെ കാണാൻ പറ്റും, കണ്ടോ, ഷുഗർ മോളിക്യൂൾ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, നമ്മുടെ നൈട്രജൻ ബേസ് ഉണ്ട്. പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പിക്ചർ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നൈട്രജൻ ബേസ് ആണ് എന്തെന്നാ, നമ്മൾ ഈ ഒരു പടിയുടെ പേരാണ് റങ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു പടിയെ നമുക്ക് എന്തെന്ന് പറയാം, റങ്സ് എന്ന് പറയാം. അത് ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, നൈട്രജൻ ബേസ് ഇങ്ങനെ പെയർ ചെയ്ത് കണക്ട് ചെയ്താണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്, നമ്മുടെ ആ ഒരു റങ്സ് ഫോം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഗോവണിയിലെ ഈ ഒരു പടികളുടെ പേരാണ് റങ്സ്. ഇത് ഫോം ചെയ്തിരിക്കുന്നത് നൈട്രജൻ ബേസ് ചേർന്നിട്ടാണ്. ഇത് നമുക്കൊന്ന് വായിക്കാം. ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA ഏതാണ്, ന്യൂക്ലിയോടൈഡ് ആണ്. ഓരോ ന്യൂക്ലിയോടൈഡിലും എന്തുണ്ട്, ഒരു ഡിയോക്സി റൈബോസ് ഷുഗറും. ഈ ഷുഗറിൻ്റെ പേരാണ് എന്ത്, ഡിയോക്സി റൈബോസ് ഷുഗർ. ഡിയോക്സി റൈബോസ് ഷുഗർ. എന്താ ഡിയോക്സി എന്ന് പറയുന്നത്, നമ്മുടെ സാധാരണ ഷുഗർ മോളിക്യൂൾസിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ നമുക്കറിയാം. ഇതിലെന്തില്ല, ഓക്സിജൻ ഇല്ല. അതുകൊണ്ടാണ് ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്, ഒരു നൈട്രജൻ ബേസ് ഉണ്ട്. നൈട്രജൻ ബേസ് എങ്ങനെയാണ്, അത് ബേസാണ്, ഒരു ആൽക്കലൈൻ കോമ്പൗണ്ടാണ് നൈട്രജൻ ബേസ്. ഡിയോക്സി റൈബോസ് ആണെങ്കിലോ 5 കാർബൺ ഉള്ളൊരു ഷുഗറാണ്. ഓക്കെ, ഫോസ്ഫേറ്റ് എന്താണ്, നമ്മുടെ ഓരോ തൊട്ടടുത്ത ന്യൂക്ലിയോടൈഡ്സുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ഏതെന്ന് പറയുന്നത്, ഫോസ്ഫേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് പാർട്ട് 2 വേണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി. വീഡിയോ ഇഷ്ടമായി, പഠിപ്പിക്കുന്നത് മനസ്സിലായി എങ്കിൽ മാത്രമേ കമൻറ്റ് ചെയ്യാവൂ. ഓക്കെ, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.